പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിലെ മാത്സിലെ 6ാമത്തെ പാഠം ലീനിയർ ഇനീക്വാളിറ്റീസ് ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണിത്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇക്വേഷൻ എന്താണെന്നറിയാം. വാട്ട് ഈസ് ആൻ ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈക്വൽ ടു എന്നുള്ള ചിഹ്നം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈക്വൽ ടു എന്നുള്ള ചിഹ്നം ഉപയോഗിച്ച് രണ്ട് എക്സ്പ്രഷൻസിനെ നമ്മൾ കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം എന്താണ് ഇക്വേഷൻ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി വാട്ട് ഡു യു മീൻ ബൈ സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ? സൊല്യൂഷൻ, ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 3x = 6. ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എക്സിൻ്റെ വില എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുക. എങ്ങനെയാണ് എക്സിൻ്റെ വില കാണുക? ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, we have studied to solve problems given in the form of a statement by translating them into equations. ഇതും നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ചില വേർഡ് പ്രോബ്ലംസ് തന്നിട്ട് അതിലെന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ എക്സ് എന്ന് വിചാരിക്കും അല്ലേ? ആ എക്സ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ചോദ്യത്തിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. The age of all students in class 1 is less than 10. The age of all students in class 1 is less than 10. Can we translate this to an equation? ഈ പറഞ്ഞ ഐഡിയനെ നമുക്കൊരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം ഈസ് ലെസ് ദാൻ എന്നുള്ളൊരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഈസ് ഈക്വൽ ടു എന്നല്ല, ഈസ് ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനെ ഇപ്പോൾ ഏജ് ഓഫ് സ്റ്റുഡൻസ് നമുക്ക് എക്സ് എന്ന് വിചാരിച്ചാൽ എക്സ് = 10 എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവും. ഇതാണ് ഈ ചാപ്റ്ററിലേക്ക് കടക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. എ പേഴ്സൺ ഹാസ് ₹120 ആൻഡ് ഹി വാണ്ട്സ് ടു ബൈ നോട്ട്ബുക്സ് ആൻഡ് പെൻസ്. ദ കോസ്റ്റ് ഓഫ് വൺ നോട്ട്ബുക്ക് ഈസ് ₹40 ആൻഡ് ദ കോസ്റ്റ് ഓഫ് എ പെൻ ഈസ് ₹20. ഒക്കെ സാധാരണ നമ്മൾ ഇതിനു മുമ്പ് പരിചയിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണ്. ഇഫ് എക്സ് ഈസ് ദ നമ്പർ ഓഫ് നോട്ട്ബുക്സ് ആൻഡ് വൈ ഈസ് ദ നമ്പർ ഓഫ് പെൻസ്, the total amount which he has to pay is, ഒന്ന് സ്വയം എഴുതി നോക്കുക. ഒരു നോട്ട്ബുക്കിൻ്റെ വില ₹40 ആണ്. നമ്മൾ എക്സ് ആണ് നമ്പർ ഓഫ് നോട്ട്ബുക്സ് ആയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ആകെ നോട്ട്ബുക്സിൻ്റെ പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 40 × x. അതേപോലെ ഒരു പേനയ്ക്ക് ₹20. y ആണ് നമ്പർ ഓഫ് പെൻസ് എന്നുണ്ടെങ്കിൽ പേനകളുടെ വില എന്ന് പറയുന്നത് 20y ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? അതായത് നോട്ട്ബുക്കിനും പെന്നിനും കൂടി ആകെ ഈ പേഴ്സൺ കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് 40x + 20y ആയിരിക്കും. ഓക്കെ, ഇനി ഇയാൾക്ക് എത്ര പൈസ ഉണ്ട് ഇയാളുടെ കയ്യിൽ? മൊത്തം ₹120 ആണ് ആകെ ഉള്ളത്. അപ്പം എന്ത് വേണം? ഈ ടോട്ടൽ എമൗണ്ട് എത്രയാണോ ടോട്ടൽ എമൗണ്ട് അയാൾക്ക് പേ ചെയ്യേണ്ടത് ആ വാല്യൂ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. മാക്സിമം 120 ആവാം ഇതിൻ്റെ വില, അല്ലെങ്കിലോ 120യേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ കഴിയുള്ളൂ. സോ we have 40x + 20y, that is total amount he has to pay should be less than or equal to 120. ഇതൊരു ഇനീക്വാളിറ്റിക്ക് എക്സാമ്പിൾ ആണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ലീനിയർ ഇനീക്വാളിറ്റി എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത്. ലീനിയർ എന്നുള്ള വാക്ക് വരാനുള്ള കാരണം ഇതിലിപ്പോൾ 2 വേരിയബിൾസ് ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട് അല്ലേ. ഈ എക്സിൻ്റെയും വൈയുടെയും ഹയസ്റ്റ് പവർ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ഇനീക്വാളിറ്റീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Now what is an inequality? Two real numbers or algebraic expressions related by ഈ 4 സിമ്പിൾസ്. എന്തൊക്കെയാണ് ഈ സിമ്പിൾ? ഇത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോം ആൻ ഇനീക്വാളിറ്റി. ഈ 4 എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ട് നമ്പേഴ്സുകൾ തമ്മിലോ ഒരു നമ്പറും ഒരു വേരിയബിളും തമ്മിലോ അല്ലെങ്കിൽ 2 എക്സ്പ്രഷൻസ് തമ്മിലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെയാണ് ഇനീക്വാളിറ്റി എന്ന് ജനറലായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇനീക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം കാണിക്കുക. 3 ലെസ് ദാൻ y, ഇതിൻ്റെ 2 സൈഡിലെ നമ്പേഴ്സ് ആണ്, ഈ ചിഹ്നത്തിൻ്റെ 2 സൈഡിലെ നമ്പേഴ്സ് ആണ്. അങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ് ആണ് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റീസ്. അടുത്തത് ലിറ്ററൽ ഇനീക്വാളിറ്റീസ്. ലിറ്ററൽ ഇനീക്വാളിറ്റീസിൻ്റെ പ്രത്യേകത ഒരു സൈഡിൽ വേരിയബിളും മറ്റേ സൈഡിൽ നമ്പറുമാണ്. അപ്പോൾ y ലെസ് ദാൻ 2 അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇനീക്വാളിറ്റിയിൽ ഉൾപ്പെടാവുന്ന ഒരു ചിഹ്നമാണ് ലെസ് ദാൻ, വേറൊന്നാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ 4 ചിഹ്നങ്ങളിൽ ഏത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരാം. അപ്പോൾ ഒരു സൈഡ് വേരിയബിളും ഒരു സൈഡ് നമ്പറും ആണെങ്കിൽ അങ്ങനെയുള്ള ഇനീക്വാളിറ്റീസിനെയാണ് ലിറ്ററൽ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് ഡബിൾ ഇനീക്വാളിറ്റീസ്. എന്താ ഡബിൾ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്? 2 ഇനീക്വാളിറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരൊറ്റ എക്സ്പ്രഷൻ. സോ ഒരു എക്സാമ്പിൾ ഇതാണ് 3 ലെസ് ദാൻ 5 ലെസ് ദാൻ 7. ഈ 3ഉം കൂടി 2 ഇനീക്വാളിറ്റിയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് കണക്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ വേറൊന്ന് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ 4. അത് ഇതിൽ വേരിയബിൾ ഇല്ല, അതിലെല്ലാം നമ്പേഴ്സ് ആയിരുന്നു, പക്ഷേ ഇതിൽ വേരിയബിൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എനിവേ 3 എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 3 നമ്പേഴ്സ് അല്ലെങ്കിൽ ചില നമ്പേഴ്സ് ചില വേരിയബിൾ ഇങ്ങനെയൊക്കെ തമ്മിൽ രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ട് 3 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡബിൾ ഇനീക്വാളിറ്റീസ്. ഇനി അടുത്തത് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റീസ്. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇനീക്വാളിറ്റീസ് വിത്ത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ. ഈ ചിഹ്നം ഉണ്ടാവാൻ പാടില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും ചെറുതാണ് അല്ലെങ്കിൽ ശരിക്കും വലുതാണ് എന്നുള്ളൊരർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ 2 ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ഇനീക്വാളിറ്റീസിനെയാണ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. വേറൊന്ന് സ്ലാക്ക് ഇനീക്വാളിറ്റീസ്. സ്ലാക്ക് ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വലുതാവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം, ഒന്നുകിൽ ചെറുതാവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഈ 2 സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇനീക്വാളിറ്റീസ്. അടുത്തത് ലീനിയർ ഇനീക്വാളിറ്റീസ്. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇനീക്വാളിറ്റീസ് വിത്ത് ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾസ് ഈസ് 1. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്, അതിവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റീസ് ഉണ്ട്. അതായത് വേരിയബിൾസിന്റെ ഹയസ്റ്റ് പവർ 2 വരണം. അങ്ങനെയുള്ള 2 എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനീക്വാളിറ്റി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾസോ നോൺ ആസ് ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റീസ്. അപ്പോൾ അതിലേക്കൊന്നും നമുക്കിപ്പോൾ തൽക്കാലം പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മെയിൻ ടോപ്പിക് ഈ ചാപ്റ്ററിൽ ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ് ഉണ്ട് എന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി നോക്കൂ, ലീനിയർ ഇനീക്വാളിറ്റീസിൽ 2x + 3 ലെസ് ദാൻ 6 ഇത് ലീനിയർ ഇനീക്വാലിറ്റിയാണ്. ബിക്കോസ് ഇതിൽ ഒരു വേരിയബിളേ ഉള്ളൂ, ആ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ ഇത് ഒരു വേരിയബിൾ ഉള്ള ലീനിയർ ഇനീക്വാലിറ്റിയുടെ എക്സാമ്പിളാണ്. എക്സിന് പകരം y മാത്രം ആവാം, ഒന്നേ ഉണ്ടാവാൻ പാടുന്നുള്ളൂ, ഒന്നുകിൽ x അല്ലെങ്കിൽ y മാത്രം. ഒരു വേരിയബിൾ മാത്രമുള്ള ഇനീക്വാലിറ്റീസിനെയാണ് ലീനിയർ ഇനീക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ, ഒരു വേരിയബിൾ മാത്രം. ഇനി ഇതിന് പകരം 2 വേരിയബിൾസ് വരാം, എക്സും വൈയും വരാം. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ എ ലീനിയർ ഇനീക്വാലിറ്റി വിത്ത് 2 വേരിയബിൾസ്. 3 വേരിയബിൾസ് 4 വേരിയബിൾസ് എത്ര വേണമെങ്കിൽ പോവാം. ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ തൽക്കാലം 1 വേരിയബിൾ ഉള്ള കേസും 2 വേരിയബിൾസ് ഉള്ള കേസുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. In this chapter we will study linear inequalities in 1 and 2 variables. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉള്ളടക്കം. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോൾവിങ് ഇനീക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ. ഒരു വേരിയബിൾ മാത്രമുള്ള ഇനീക്വാളിറ്റീസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക?
അപ്പോൾ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ അറിയണം. ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ ഇനീക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ആ സൊല്യൂഷനെ എങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു വേരിയബിളുള്ള ലീനിയർ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ സൊല്യൂഷനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ഇതെങ്ങനെയാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ലീനിയർ ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില റൂൾസ് അറിഞ്ഞിരിക്കണം. ഈ റൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനീക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ആ റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ ഇനീക്വാളിറ്റി വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി. അതായത് സെയിം നമ്പേഴ്സ് ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആ ഇനീക്വാളിറ്റിയുടെ സൈനിന് ചേഞ്ച് ഉണ്ടാവില്ല. വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി. സൈൻ ഓഫ് ഇനീക്വാളിറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈക്വൽ നമ്പേഴ്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. എവിടെ? ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനീക്വാളിറ്റി. ഇനി അത് എന്താണെന്നൊന്നും കൂടെ വിശദാക്കാം. നോക്കൂ, 3 ഗ്രേറ്റർ ദാൻ 2 ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ 1 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം എന്താ കിട്ടുക? ഇത് 3+1 ആയി, ഈ സ്ഥാനത്ത് 2+1 ആയി. 3+1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. 2+1 എന്ന് പറഞ്ഞാൽ 3 ആണ്, അല്ലേ? 4ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 4 ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ 3ഉം 2ഉം തമ്മിൽ എന്ത് ബന്ധമാണോ ഉണ്ടായിരുന്നത് അതേ ബന്ധം തന്നെ അവിടെ നിലനിൽക്കുന്നു. എന്ത് ചെയ്തപ്പോൾ? രണ്ട് സെയിം നമ്പേഴ്സ് ആ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്തപ്പോൾ. ഇനി ഇതിന് പകരം രണ്ട് സൈഡിൽ നിന്നും ഒരു സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്തു, 2 സബ്ട്രാക്ട് ചെയ്തു. അപ്പം എന്താ കിട്ടുക? 3ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്താൽ 3 - 2, അതായത് 1. 2ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ നമുക്കറിയാം 0. അപ്പം ഇത് 1 ആണ്, ഇത് 0 ആണ്. 1 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോഴും ഈ ചിഹ്നം മാറുന്നില്ല. 3ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്താണോ അത് തന്നെയാണ് 3 - 2ഉം 2 - 2ഉം തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഒരു സെയിം നമ്പർ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ആഡ് ചെയ്താലും ഒരു സെയിം നമ്പർ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താലും ഇനീക്വാളിറ്റിയുടെ സൈനിന് വ്യത്യാസം വരുന്നില്ല. സൈനിനെ അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സെക്കൻഡ്, both sides of an inequality can be multiplied or divided by the same positive number. ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്താലും ഇനീക്വാളിറ്റിയുടെ സൈൻ മാറില്ല, സൈൻ അൺഅഫക്റ്റഡ് ആയിരിക്കും. നോക്കാം, നമുക്ക് 3 ഗ്രേറ്റർ ദാൻ 2 തന്നെ എടുത്തു. ഇതിൻ്റെ രണ്ട് സൈഡിലും 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അപ്പം എന്താ കിട്ടുക? 3 × 2 6 ആണ്, 2 × 2 4 ആണ്. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം 6 ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ 3ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്താണോ അതേ ബന്ധമാണ് ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സൈനിന് മാറ്റം വരില്ല, അവ തമ്മിലുള്ള ബന്ധം അതേപോലെ നിൽക്കും. ഇനി നോക്കൂ, അടുത്തത് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, സോ വി വിൽ ഗെറ്റ് 3/2. ഇനി അടുത്തത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പം എന്താ കിട്ടുക? 1. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം 3/2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ്. എനിവേ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 3/2 ഈസ് ഗ്രേറ്റർ ദാൻ 1 കിട്ടും. ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നം ഇവിടെയും അതേപോലെ നിലനിൽക്കുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്താലും ഇനീക്വാളിറ്റിയുടെ സൈനിന് മാറ്റം വരില്ല. നൗ തേർഡ് ഈസ്, നോക്കൂ, 3 ഗ്രേറ്റർ ദാൻ 2 തന്നെ കൺസിഡർ ചെയ്യാം. ഈ 3നെ -1 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു, അപ്പം എന്താ കിട്ടുക? -3. അതുപോലെ 2നെയും -1 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു, അതായത് നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്ന ഒരു നെഗറ്റീവ് നമ്പറിനെ കൊണ്ടാണ്. അപ്പം എന്താ കിട്ടുക? -2 കിട്ടും. ഇനി നോക്കൂ, 3ഉം 2ഉം തമ്മിലുള്ള ബന്ധം 3 ഗ്രേറ്റർ ദാൻ 2 ആണ്. ബട്ട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ -3 ആൻഡ് -2? നമുക്കറിയാം റിയൽ നമ്പർ ലൈനിൽ -2ന്റെ ലെഫ്റ്റിലാണ് -3 ഉള്ളത്,
അല്ലെ, ഇങ്ങോട്ട് പോകും തോറും സംഖ്യ ചെറുതാവുക ചെയ്യുക. അപ്പൊ നമുക്കറിയാം -3 എന്ന് പറയുന്നത് -2-നേക്കാളും എന്താണ്, ചെറുതാണ്. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഇൻഡു ചെയ്തത് നെഗറ്റീവ് നമ്പറിനെ കൊണ്ടാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇനീക്വാളിറ്റിയുടെ സൈൻ നേരെ റിവേഴ്സ് ചെയ്യും. ഇത് നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇതേ സംഭവം അവിടെ ഉണ്ടാവും. ഓക്കെ, വെൻ ബോത്ത് സൈഡ്സ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് നമ്പർ ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ഈസ് റിവേഴ്സ്ഡ്. ഇത്രയുമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം വേണം. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനത്തത്. എന്താണ് അവസാനത്തിൻ്റെ പ്രത്യേകത? ഒരു ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡും നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റിയുടെ സൈൻ എന്താണോ അത് നേരെ റിവേർട്ട് ചെയ്യും. ദ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ഈസ് റിവേഴ്സ്ഡ്. ഇത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ബാക്കിയെല്ലാം അതേപടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മാത്രം സൈൻ റിവേഴ്സ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം. സോൾവ് 30x ലെസ് ദാൻ 200 വെൻ, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, x ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് സെക്കൻഡ് ഈസ് x ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ അറിയണം. എപ്പോ x നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്, x ഇൻറ്റിജർ ആണെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് ഒരു ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ഇതിന്റെ സൊല്യൂഷൻ. ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു നേരത്തെ. അതുപോലെ ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ഇവിടുത്തെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വാല്യൂസ് എന്ന് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 30x ലെസ് ദാൻ 200 നമ്മുടെ ഇനീക്വാളിറ്റി എടുത്തു. നമുക്ക് സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ എക്സ് എന്താണെന്ന് പറയുക വേണ്ടത്. അപ്പം എന്ത് വേണം? ഈ ഇനീക്വാളിറ്റിയുടെ ഒരു സൈഡിൽ എക്സ് മാത്രം കിട്ടണം. അപ്പം ഈ 30 അവിടുന്ന് പോകണം അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ കുറേ റൂൾസ് എല്ലാം പറഞ്ഞു. ഈ 30നെ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡും 30 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 30 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ഈ സൈൻ മാറില്ല, ഇത് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ? അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന അതാണ് 30x by 30 ഈസ് ലെസ് ദാൻ 200/30. ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡും നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? എക്സിനെ മാത്രം ഒരു സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ് ലെസ് ദാൻ, ഇവിടെ ഒരു 0 കട്ട് ചെയ്തിട്ടാണ് 20/3 എന്ന് എഴുതിയത്. ഇനി നമുക്ക് 20/3യുടെ ഏകദേശം വാല്യൂ എന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. എത്രയാണിത് വരിക? 6.67. 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയ റിലേഷൻ ഇതാണ്. എക്സിന്റെ വാല്യൂ 6.67നേക്കാളും ചെറുതായിരിക്കണം. ഇതാണ് നമുക്ക് എക്സിനെ കുറിച്ച് ഇവിടെ നിന്നും അനുമാനിക്കാൻ പറ്റുന്ന കാര്യം. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താ ഒന്നാമത്തേല്? എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്താണ്? അപ്പൊ എക്സിന്റെ വില നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല. എങ്ങനത്തെ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം? 6.67നേക്കാളും ചെറിയ വാല്യൂസ് ആണ് എക്സിന് എടുക്കാവുന്നത്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 നിന്നാണ് അല്ലെ? അപ്പൊ 1 തൊട്ട് 6 വരെയുള്ള വാല്യൂസ് ആണ് എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. സോ വി ഹാവ് എക്സ് ഈക്വൽ ടു 1 2 3 4 5 6. ഇനി ചിലപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എഴുതാൻ പറയും. സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണോ അവയുടെ സെറ്റ്. സോ ഹിയർ ദ സൊല്യൂഷൻ സെറ്റ് ഈസ് സെറ്റ് ഓഫ് 1 2 3 4 5 6. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട് അല്ലെ? എക്സിന് ഇൻറ്റിജർ വാല്യൂസ് എടുക്കാമെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ എന്തായിരിക്കും? 6.67നേക്കാളും ചെറിയ ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ എക്സിന് എടുക്കാം എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? എക്സ് ഈക്വൽ ടു 6.6നേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിൽ ചെറുതാവുമല്ലോ. സോ വി വിൽ സ്റ്റാർട്ട് ഫ്രം എക്സെട്ര
അങ്ങനെ കുറേ കഴിയുമ്പോൾ -2, -1, 0, 1, 2, 3, 4, 5, 6. മാക്സിമം 6 പറ്റുള്ളൂ. 6ന് താഴെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സും ഇതിൻ്റെ വാല്യൂസ് ആയിട്ട് വരാം. സോ ദ സൊല്യൂഷൻ സെറ്റ് ഈസ് സെറ്റ് ഓഫ് എക്സെട്രാ -2, -1, 0, 1, 2, 3, 4, 5, 6. ഈ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഫൈൻഡ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ സോൾവ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്നുള്ള ഈ വാല്യൂസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സൊല്യൂഷൻ സെറ്റ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ സൊല്യൂഷൻസിനെ സെറ്റിന്റെ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടൂ. അടുത്തൊരു ചോദ്യം, 2x + 3 > 4 സോൾവ് ചെയ്യണം. സോൾവ് 2x + 3 > 4. ഇനി ഇവിടെ ആ ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് പകരം ഇതൊരു ഇക്വേഷൻ ആയിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം നോക്കിക്കോളൂ. 2x + 3 = 4 എന്നായിരുന്നു എന്ന് വിചാരിക്കുക. ഇതിന് പകരം = ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷന്റെ ഈ സൈഡിൽ -3 ആഡ് ചെയ്തു, ഈ സൈഡിലും -3 ആഡ് ചെയ്തു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ -3 ആഡ് ചെയ്ത് എന്താ ഉണ്ടാവുക? +3ഉം -3ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ളത് 2x. 2x = റൈറ്റ് സൈഡിൽ 4 - 3 1 കിട്ടും. ഇനി ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിൽ നമ്മൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് x = 1/2. ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യാം. ഇനി ഇതേപോലെ ഇനീക്വേഷൻ ആണെങ്കിൽ എന്താ വരിക നോക്കൂ. ഇതിപ്പോ ഇനീക്വാലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനീക്വാലിറ്റിയിൽ ഇതേപോലെ നമ്മൾ ചെയ്താൽ 2x + 3 > 4 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലും -3 ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ +3 ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ കിട്ടുക നോക്കൂ? 2x > 1 കിട്ടും. ഈ = എന്നുള്ളതിന് പകരം ഇവിടെ > ആയി. ഇനി 2xലെ 2 പോണം. അപ്പൊ എന്ത് ചെയ്യണം? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ സൈഡും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ സൈഡും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? x > 1/2 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷനെ കാണിക്കുന്ന എക്സ്പ്രഷൻ. അവർ സൊല്യൂഷൻ ഈസ് x > 1/2. ഇനി നമ്മുടെ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതില് നേരത്തെ ചോദ്യത്തില് when x is an integer അല്ലെങ്കിൽ when x is a natural number എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? x is a real number ആവുമ്പോൾ എന്താണ് എന്നുള്ള രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? എക്സിന്റെ വാല്യൂ 1/2നേക്കാളും വലിയ റിയൽ നമ്പേഴ്സ് ഏത് വേണമെങ്കിൽ ആവാം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1/2നേക്കാളും വലിയ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് വരെ പോവാം? അതെത്രയും വലുതാവാം അല്ലെ? അപ്പൊ ഈ ഒരു ഐഡിയനെ നമ്മൾ എങ്ങനെയാണ് സെറ്റിന്റെ ഫോമിൽ എഴുതുക, അല്ലെങ്കിൽ സൊല്യൂഷൻ സെറ്റ് എങ്ങനെയാ എഴുതുക? അതും ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. നിങ്ങൾ ഇന്റർവെൽസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്റർവെൽസ് പഠിച്ചിട്ടുണ്ട്. x > 1/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/2 ഇല്ല, 1/2നേക്കാളും വലിയ റിയൽ നമ്പേഴ്സ് ഏത് വേണമെങ്കിൽ ആവാം എന്നാണ് അല്ലെ? അപ്പൊ അതിനെ നമുക്ക് ഇന്റർവെൽ ഫോമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയാം. ദ സൊല്യൂഷൻ സെറ്റ് ഈസ് 1/2ന്റെ സൈഡ് ഓപ്പൺ, ബിക്കോസ് = ഇല്ലല്ലോ, 1/2 ഉൾപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 1/2 തൊട്ട് ഏതുവരെ പോവാം? എത്രയും വലുതാവാം, വലുതായിക്കൊണ്ടിരിക്കാം എന്നുള്ളതിന്റെ സിമ്പലാണ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി അല്ലെങ്കിൽ -∞ ഇന്റർവെലിന്റെ ഏത് സൈഡിൽ വന്നാലും നമ്മൾ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുക്കുക അല്ലെ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് എഴുതാം. ഇനി അതിന് മുന്നേ ഇവിടെ വന്നൊരു ഭാഗം നോക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുക? ഗ്രാഫ് യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസറിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 1/2 എന്നുള്ള പോയിന്റ്, ഇവിടെ ഇപ്പോൾ 1/2 മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം 0നും 1നും ഇടയ്ക്കാണ് 1/2. അപ്പൊ ഇവിടെ 1/2 ഉണ്ടെന്ന് വിചാരിക്കുക. എക്സിന്റെ വാല്യൂ 1/2 ആവാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 1/2 ഉൾപ്പെടുന്നില്ല നമ്മുടെ ആൻസറിൽ. 1/2 ആൻസറിൽ ഇല്ല എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 1/2ന്റെ ആ പോയിന്റിനെ ഒരു ഇതുപോലെ ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു സർക്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ 1/2 ആണ്. 1/2ന്റെ ആ ഒരു പോയിന്റിന്റെ മേലെ ഇങ്ങനൊരു ബ്ലാങ്ക് സർക്കിൾ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം?
1/2-നേക്കാളും വലിയ നമ്പേഴ്സ് എന്നല്ലേ നമുക്ക് കാണിക്കേണ്ടത്. 1/2-നേക്കാളും വലിയ നമ്പേഴ്സ് റിയൽ ലൈനിൽ എവിടെയാണ് ഉണ്ടാവുക? 1/2-ന്റെ റൈറ്റിൽ. അപ്പോൾ 1/2-ന്റെ റൈറ്റ് സൈഡ് ഒന്ന് ഡാർക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടുക. അപ്പം ഇതാണ് ഇതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. റിയൽ ലൈൻ വരയ്ക്കുക, 0 പോസിറ്റീവ് നമ്പേഴ്സ് ഇങ്ങോട്ടുണ്ട്, 0 നെഗറ്റീവ് നമ്പേഴ്സ് ഇങ്ങോട്ടുണ്ടാവും. എല്ലാം നമ്മൾ എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് ഭാഗമാണോ കാണിക്കേണ്ടത് ആ ഭാഗത്തുള്ള കുറച്ച് നമ്പേഴ്സ് എഴുതിയാൽ മതി. നൗ കൺസിഡർ ദ പോയിന്റ് 1/2. ആ 1/2 ഉൾപ്പെടുന്നില്ല എക്സിന്റെ വാല്യൂസിൽ എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ബ്ലാങ്ക് സർക്കിൾ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? 1/2-നേക്കാളും വലിയ വാല്യൂസ് ആണ് എക്സിന്. വലിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1/2-ന്റെ റൈറ്റ് സൈഡിലാണ്. ആ റൈറ്റ് സൈഡ് ഡാർക്കൻ ചെയ്യുക, ആരോ മാർക്ക് ഇടുക. ഓക്കെ, ഇനി സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് എക്സ് ഈ വാല്യൂസിന്റെ ഉള്ളിലാണെങ്കിൽ, ഈ ഇന്റർവെലിന്റെ ഉള്ളിലാണ് എന്നാണ് ഇതിന്റെ ഈ സിമ്പലിന്റെ അല്ലെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ മീനിങ്. ഓക്കെ, ഇന്റർവെൽസ് എന്നുള്ള ഐഡിയ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്റർവെൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ കാണിക്കാനാണ് ഇന്റർവെൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ റിയൽ നമ്പേഴ്സിൽ കുറെ റിയൽ നമ്പേഴ്സിന്റെ വാല്യൂസ് ആണ്, കുറെ റിയൽ നമ്പേഴ്സ് ആണ് എക്സിന്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. ആ വാല്യൂസ് എന്ന് പറയുന്നത് 1/2 തൊട്ട് വലുതായിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ 1/2-ന് വലിയൊരു നമ്പറാണ് 1. ഇവിടെ 1 വെച്ചാൽ എന്താ ഉണ്ടാവുക? 1 > 1/2 ശരിയാണ്. 1/2-നേക്കാളും കുറെ വലുതാണ് 100. ഇവിടെ 100 വെച്ചാൽ എന്താ ഉണ്ടാവുക? 100 > 1/2 ശരിയാണ്. ഇനി 100-ന് മേലെ ഇഷ്ടംപോലെ റിയൽ നമ്പേഴ്സ് ഉണ്ട്, നമുക്കറിയാം. ഏത് വെച്ചാലും ഈ ഇനീക്വാളിറ്റി ശരിയാവും. ഓക്കെ, അപ്പൊ ഈ ഇനീക്വാളിറ്റി ശരിയാവുന്ന എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണോ അതാണ് നമ്മുടെ സൊല്യൂഷൻ. അല്ലെങ്കിൽ ആ വാല്യൂസ് ഉൾപ്പെടുന്ന സെറ്റ് ആണ് എന്ത്? സൊല്യൂഷൻ സെറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ സൊല്യൂഷൻ സെറ്റ് എഴുതാൻ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇന്റർവെൽസിന്റെ ഐഡിയ വേണ്ടി വരും. ഇന്റർവെൽസ് എന്താന്നുള്ളത് നിങ്ങൾ സെറ്റിന്റെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതൊന്ന് റീകളക്ട് ചെയ്തിട്ടാണുള്ളത്. ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസുമാണ് അതിൽ ഉൾപ്പെടുക. നമുക്ക് ഈ റിയൽ ലൈനിൽ ഇത് എ ആണ്, ഇത് ബി ആണ് എന്നുണ്ടെങ്കിൽ എയും ബിയും ഉൾപ്പെടുന്നില്ല എന്ന് കാണിക്കാനാണ് അവിടെ ബ്ലാങ്ക് സർക്കിൾസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്ന വാല്യൂസിന്റെ റെപ്രസെന്റേഷൻ. അതുപോലെ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിലോ എയും ബിയും ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആണെങ്കിലോ എ ഉൾപ്പെടുന്നു, ബി ഉൾപ്പെടുന്നില്ല, അതിനിടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. അതിൻ്റെയൊക്കെ സെറ്റ് ബിൽഡർ ഫോമും ഇവിടെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഉണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. സംശയമുള്ളവർ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാം. അതിലൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, ആർ എന്ന റിയൽ ലൈൻ അതിനെ എങ്ങനെ എഴുതാം? -∞, ഇൻഫിനിറ്റി എന്ന ഇന്റർവെലിന്റെ ഫോമിൽ എഴുതാം. ഇൻഫിനിറ്റി അല്ലെങ്കിൽ -∞ ഏത് സൈഡിൽ വന്നാലും അവിടെ ഈ ടൈപ്പ് ബ്രാക്കറ്റ്സേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ലൈൻ ഫുള്ള് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് ഡാർക്കൻ ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം. റിയൽ ലൈൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ആരോ മാർക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമില്ല. എനിവേ ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇതാണ് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യം. അടുത്തൊരു ചോദ്യം, സോൾവ് ആൻഡ് ഗ്രാഫ് 3 - x > 9. സോൾവ് ആൻഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, ആ വാല്യൂസിനെ റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേണം എന്നാണ് അർത്ഥം. പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേണമെന്ന് പറയാറില്ല. പറഞ്ഞെങ്കിൽ മാത്രമേ റിയൽ ലൈൻ വരച്ചിട്ട് ആ ഭാഗം നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കണ്ടു. അല്ലാത്ത കേസിൽ സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. 3 - x > 9. നമുക്ക് അറിയേണ്ടത് എക്സ് എങ്ങനെയാണെന്ന് അറിയണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? എക്സ് മാത്രം ഒരു സൈഡിൽ കിട്ടണം. എക്സ് മാത്രം ഇപ്പൊ ഏത് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാം. എക്സ് ഇപ്പുറം വരാം, എക്സ് ഇപ്പുറം വരാം, ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് എക്സിനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തണം. അപ്പൊ എന്ത് വേണം? ഈ 3 പോണം അല്ലെ? 3നെ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്താൽ മതി? ഓരോ -3 ചേർത്താൽ പോരെ? നമുക്ക് റൂൾ ഉണ്ട്, സെയിം നമ്പേഴ്സ് രണ്ട് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ഈ ചിഹ്നം മാറൂല. അപ്പൊ രണ്ട് സൈഡിലും -3 കൊടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ -3 കൊടുത്താൽ +3ഉം -3ഉം തമ്മിൽ ക്യാൻസൽ ആവും. ബാക്കിയുള്ളതാണ് ഈ -x. 9ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ 9 - 3 എത്രയാണ്? 6 ആണ്.
അപ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടിയത് എങ്ങനെയാണ്? ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മൾ -3 എന്ന് ചേർത്തപ്പോഴാണ് ഈ സ്റ്റെപ്പ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ -x എന്നുള്ളത്. നമുക്ക് എക്സ് എങ്ങനെയാണെന്നാ വേണ്ടത്? എക്സിന്റെ കൂടെയുള്ള മൈനസ് പോണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? രണ്ട് സൈഡിലും -1 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കണം, -1 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? സൈൻ ഓഫ് ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും അല്ലേ? അപ്പൊ എന്താ കിട്ടുക? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6. ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ഇൻറ്റു -1 എന്ന് ചേർത്തു. -x ഇൻറ്റു -1 ആണ് എക്സ്, 6 ഇൻറ്റു -1 ആണ് -6. അപ്പൊ എന്തുണ്ടാവും? ഈ ചിഹ്നം എന്താണോ അത് നേരെ തിരിയും. ഓക്കെ, അപ്പൊ എക്സ് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ് നമ്മുടെ സൊല്യൂഷൻ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6. ഈ എക്സ്പ്രഷൻ ആണ് എക്സിന്റെ വാല്യൂസിനെ കാണിക്കുന്ന എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് എക്സ് ഇൻറ്റിജർ ആണ്, എക്സ് നാച്ചുറൽ നമ്പർ ആണ് എന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇവിടെയും നമുക്ക് എക്സിനെ എങ്ങനെ കണക്കാക്കണം? എക്സ് റിയൽ നമ്പേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്കതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടാൻ നോക്കുക. ഇത് റിയൽ ലൈൻ. റിയൽ ലൈനിന്റെ നെഗറ്റീവ് പാർട്ട് മാത്രമേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നീർത്തിയിട്ട് കുറച്ചും കൂടെ നീളത്തിലാക്കിയിട്ട് 0, -1, -2, -3, -4 അങ്ങനെ വരാം. ഓക്കെ, ഇനി നോക്കുക, അതിൽ -6 -6നേക്കാളും ചെറുതും ആവാം എക്സ്. എക്സിന്റെ വാല്യൂ -6ഉം ആവാം. ഇവിടെ ഈക്വൽ ടു എന്നുള്ള സിമ്പലും കൂടി ഇല്ലേ? അപ്പൊ -6 ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? -6ന്റെ മേലെ ഒന്ന് ഡാർക്കൻ ചെയ്യാം. അപ്പൊ -6നെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. എക്സിന്റെ വാല്യൂവിൽ ഒന്ന് -6 ആണ്. പിന്നെ ഏതാണ്? -6ന് ചെറുത്. -6ന് ചെറിയ വാല്യൂസ് എവിടെയാണ് ഉണ്ടാവുക? -6ന്റെ ലെഫ്റ്റിലാണ് ഉണ്ടാവുക. സോ ലെഫ്റ്റ് സൈഡ് ഡാർക്കൻ ചെയ്യുക, ഇങ്ങോട്ട് ആരോ മാർക്ക് എടുക്കുക. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. ഇത് സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ചിഹ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിനെ ഡാർക്കൻ ചെയ്തിട്ട് ഏത് ഭാഗമാണോ ആ ഭാഗം ഡാർക്കൻ ചെയ്യുക. ഇവിടെ ഈക്വൽ ടു ചിഹ്നം ഇല്ലെങ്കിലോ നമ്മൾ ഈ ഉൾഭാഗം ഡാർക്ക് ആക്കില്ല. പകരം നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു സർക്കിൾ ഇടുക. എന്നിട്ട് ഏത് സൈഡാണോ ആൻസർ ആ സൈഡിലേക്ക് ഡാർക്കൻ ചെയ്ത് ആരോ മാർക്ക് കൊടുക്കുക. ക്ലിയർ? ഇനി ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതും? സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എക്സ് റിയൽ നമ്പേഴ്സിന്റെ കൂട്ടത്തിലാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ആൻസർ എഴുതുന്നത്. കാരണം പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിലില്ല. അപ്പൊ -6ഉം അതിന് താഴെയുള്ള റിയൽ നമ്പേഴ്സും. -6ന്റെ താഴേക്ക് എത്ര വരെ പോവാം? എത്രയും താഴോട്ട് പോവാം അല്ലെ? അപ്പൊ ചെറുതായിക്കൊണ്ടിരിക്കാം എന്നുള്ളതിന്റെ സിമ്പലാണ് എന്ത്? -ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്നുള്ള സിമ്പൽ ഏത് സൈഡിൽ വന്നാലും നമ്മൾ ഇങ്ങനത്തെ ബ്രാക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ -6 ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ. ആൻഡ് വിച്ച് ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ്? അത് -6 ആണ്. അപ്പോൾ -6 എന്നുള്ള വാല്യൂ എഴുതി അവിടുത്തെ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ഈ ബ്രാക്കറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക? എക്സിന്റെ വാല്യൂസിൽ -6 ഉൾപ്പെടുന്നത് കൊണ്ടാണ് ബ്രാക്കറ്റിന്റെ ഷേപ്പ് ഇങ്ങനെയായത്. സോ ദിസ് ഇസ് അവർ സൊല്യൂഷൻ സെറ്റ്. ഓർ വി ക്യാൻ റൈറ്റ് എക്സ് ബിലോങ്സ് ടു ഈ ഇന്റർവെൽ എന്നൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് x-8 ലെസ് ദാൻ -10. ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സ് റിയൽ നമ്പേഴ്സ് ആണ് എന്നുള്ള അസംഷനിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെയും നമുക്ക് എക്സിനെ മാത്രം ഒരു സൈഡിലാക്കണം. അപ്പോൾ ഈ -8 അവിടുന്ന് പോകണം. ഈ -8 പോകണമെങ്കിൽ ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? +8 എക്സ്ട്രാ ചേർത്തൂടെ? അല്ലെങ്കിൽ രണ്ട് സൈഡിലും 8 ആഡ് ചെയ്തൂടെ? അപ്പം എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് എക്സ് ലെസ് ദാൻ -2. -10 + 8 ആണ് -2. അതായത് ഈ സ്റ്റെപ്പ് കിട്ടുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും +8 ചേർത്തപ്പോൾ കിട്ടിയതാണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസറായി. ഇനി നമുക്കതിനെ നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പം എന്താ ചെയ്തത് നോക്കൂ. -2 വേണം. 0, 1, 2 ഒക്കെ സ്ഥലം പോലെ നമുക്ക് മാർക്ക് ചെയ്യാം. -2 എന്നുള്ള പോയിന്റ് കണ്ടുപിടിച്ചു. ആ -2 എന്നുള്ള വാല്യൂ എക്സിന്റെ വാല്യൂവിൽ പെടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? -2ന് മേലെ ആ പോയിന്റിന്റെ മേലെ ഒരു ചെറിയ ബ്ലാങ്ക് സർക്കിൾ കൊടുക്കുക, ഉള്ളു പൊള്ളയായിട്ടുള്ള സർക്കിൾ. എന്നിട്ട് എന്ത് ചെയ്യണം?
-2 കുറവാണെന്നാണ്. അപ്പം -2ന്റെ ലെഫ്റ്റ് സൈഡ് ഡാർക്കൻ ചെയ്യുക, ആരോ മാർക്ക് ഇടുക. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നൗ വാട്ട് ഈസ് ദ സൊല്യൂഷൻ സെറ്റ് ഹിയർ? ഇറ്റ് ഈസ് -∞ -2. -∞ എന്ന് പറഞ്ഞാൽ ചെറുതായിക്കൊണ്ടിരിക്കുകയല്ലേ, ഈ സൈഡിലേക്ക് എത്ര വേണമെങ്കിൽ പോവാലോ, അതിന്റെ സിമ്പിളാണ് -∞. അതുകൊണ്ട് ആ സൈഡ് ഈ ബ്രാക്കറ്റ് കൊടുത്തു. ഇനി -2 എക്സിന്റെ വാല്യൂസിൽ ഉൾപ്പെടുന്നില്ല, പക്ഷെ -2 വരെ പോകാൻ പറ്റുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. -2 ഉൾപ്പെടുന്നുമില്ല. -2 ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സൈഡിൽ ഇങ്ങനത്തെ. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയാം. രണ്ട് സൈഡും ഇങ്ങനത്തെ ബ്രാക്കറ്റ് ആണ്. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ഇന്റർവെൽ. സോ ദിസ് ഇസ് അവർ സൊല്യൂഷൻ സെറ്റ്. Another example, x plus 3 less than or equal to 2 into x plus 4. ഇവിടെ എക്സ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റണം. റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് എക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത് എന്താ നോക്കൂ, ഈ ബ്രാക്കറ്റ് അങ്ങ് കളയുക. ബ്രാക്കറ്റ് കളയുമ്പോൾ 2x - 8 എന്ന് കിട്ടും. ആ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എക്സിനെ മാത്രം ഒരു സൈഡിൽ കിട്ടണം, നമ്പേഴ്സ് മാത്രം മറ്റേ സൈഡിലും കിട്ടണം. പല രീതിയിൽ ചെയ്യാം. അതിലൊരു രീതി എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് എക്സ് മാത്രം ലെഫ്റ്റിൽ മതിയെന്ന് തീരുമാനിച്ചാൽ ഈ +3 അവിടുന്ന് പോകണം അല്ലേ. ഈ +3 പോകണമെങ്കിൽ അവിടെ ആര് വരണം? -3 വരണം. ഈ സൈഡിലും മാത്രം -3 കൊടുക്കാൻ പാടില്ല, കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും കൊടുക്കണം. അപ്പം എന്ത് ചെയ്യുന്നു നമ്മൾ? രണ്ട് സൈഡിലും ഓരോ -3 എക്സ്ട്രാ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം എന്താ കിട്ടുക? സോറി, ഇവിടെ ആ രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിനെ ഈ സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് മാറ്റി പറയാണ്. ഈ എക്സ് ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? ഈ സൈഡിലും ഒരു -x കൊടുക്കുക, ഈ സൈഡിലും ഒരു -x കൊടുക്കുക. അപ്പോൾ എക്സും -xും ചേർന്നാൽ 0 ആയി. ഇവിടെ 3 മാത്രമാവും. ഇവിടെയോ 2xും -xും ചേർന്നാൽ എത്ര കിട്ടും? 2x - x is x. So we have the result 3 less than or equal to x minus 8 എന്ന് കിട്ടി. രണ്ട് സൈഡിലും -x കൊടുത്തപ്പോഴാണ് ഈ സ്റ്റെപ്പ് കിട്ടിയത്. ഇനി നമുക്ക് ഈ 8 അവിടുന്ന് പോകണം. അതായത് ഈ സൈഡിൽ എക്സിനെ ലെഫ്റ്റിലോ വരുത്താം, റൈറ്റിലും വരുത്താം. ഏത് വേണം നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, എന്ത് സബ്ട്രാക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ എക്സ് ഞാൻ വരുത്തുന്നത് റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ് അവിടെ നിൽക്കണം, എക്സ് മാത്രം വേണം. ഈ -8 അവിടുന്ന് പോകണം. -8 പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ +8 വരണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ അത് ചെയ്യണമല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും +8 കൊടുക്കുന്നു. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? 8 + 3 ഈസ് 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 8 പോയി ബാക്കിയുള്ളത് എക്സ്. അപ്പം എക്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. എക്സ് എങ്ങനെയായിരിക്കണം? എക്സിൻ്റെ വാല്യൂ 11ഓ അതിനേക്കാളും വലുതോ ആവാം. ഇതിനെ തിരിച്ചു എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പം എനിവേ എക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ കിട്ടി. ഇനി എങ്ങനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 11 എന്നുള്ള പോയിന്റും അതിൻ്റെ റൈറ്റ് സൈഡും അതിൻ്റെ വലിയ ഭാഗവും കിട്ടണം. സോ 11 എന്നുള്ള പോയിന്റ് എക്സിൻ്റെ വാല്യൂസിൽ ഇവിടെ ഈക്വൽ ടു ഉണ്ടല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂസിൽ 11 ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ പോയിന്റ് ഡാർക്കൻ ചെയ്തു. 11നേക്കാളും വലുതാവണം എക്സ്. 11നേക്കാളും വലുത് എന്ന് പറഞ്ഞാൽ 11ന്റെ റൈറ്റ് സൈഡ്, അത് ഡാർക്കൻ ചെയ്യുക, ആരോ മാർക്ക് ഇടുക. ഇതാണ് ഇവിടുത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം എന്നൊന്ന് ആലോചിക്കാം. എക്സിൻ്റെ വാല്യൂ, എക്സിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 11 ആണ് അല്ലേ. പിന്നെ 11നേക്കാളും കൂടുതലാവാം എന്നാണ് പറയുന്നത്. 11നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കൂടുതലാവാം? എത്രയും കൂടാം അല്ലേ. സോ വി വിൽ റെപ്രസെൻറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ലൈക്ക് ദിസ്. 11 ആണ് ഏറ്റവും ചെറുത്. ഇന്റർവെൽ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ വാല്യൂ ആണ് ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 11 ആണ്. 11 ഉൾപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ സൈഡ് ക്ലോസ് ചെയ്തു. 11നേക്കാളും കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം, കൂടിക്കൊണ്ടിരിക്കാം എന്നുള്ളതിൻ്റെ സിമ്പലാണ് ഇൻഫിനിറ്റി. അതുകൊണ്ട് ആ സൈഡ് ഓപ്പൺ ഇട്ടു. സോ ദിസ് ഇസ് അവർ സൊല്യൂഷൻ സെറ്റ്. നൗ കൺസിഡർ അനദർ എക്സാമ്പിൾ. 5 minus 2x by 3 less than or equal to x by 6 minus 5. ഇവിടെയും എക്സിൻ്റെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എക്സ് ഈസ് എ റിയൽ നമ്പർ. റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ എഴുതണം.
സോ ലെറ്റ് us go to the solution. നമ്മുടെ ഇനീക്വാലിറ്റി തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾക്ക് ഡിനോമിനേറ്റർ വന്നിട്ടുണ്ട്. ഈ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ 2 ചോദ്യങ്ങൾ എങ്ങനെ ചെയ്തോ അതുപോലെ നമുക്ക് ചെയ്യായിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഈ 3ഉം 6ഉം ഒഴിവാക്കാൻ എന്താ വഴിയെന്ന് നോക്കാം. നോക്കൂ, ഈ ഇനീക്വാലിറ്റിയുടെ 2 സൈഡിലും ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ ഇനീക്വാലിറ്റിക്ക് മാറ്റം വരില്ല എന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ആ നമ്പർ 6 ആക്കി എടുത്തൂടാ? ഈ സൈഡും 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, ഈ സൈഡും 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം. 5 - 2x/3, അതായത് ലെഫ്റ്റ് സൈഡ് ഇൻഡ്യൂ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് ഇൻഡ്യൂ 6 എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂ 6 നമ്മൾ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് അല്ലേ? അപ്പം അതിന് ഈക്വൽ ആണ് എന്ത്? 6 ഇൻറ്റു ദ ഫസ്റ്റ് ടേം മൈനസ് 6 ഇൻറ്റു ദ സെക്കൻഡ് ടേം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x/6 ഇൻറ്റു 6 മൈനസ് 5 ഇൻറ്റു 6. ചുരുക്കം പറഞ്ഞാൽ ഈ എക്സ്പ്രഷനിലെ എല്ലാ ടേമിനെയും നമ്മൾ 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ ഇനീക്വാലിറ്റിയുടെ സൈൻ മാറില്ല, കാരണം 6 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? 3ഉം 6ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും. ഈ 6ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്യും. 5 ഇൻറ്റു 6 ക്യാൻ ബി റിട്ടൺ ആസ് 30. സോ ദ സ്റ്റെപ്പ് ഈസ് ദിസ്: 2 ഇൻറ്റു 5 മൈനസ് 3x. ഈ 2 എവിടുന്നാണ് വന്നത്? 3ഉം 6ഉം ക്യാൻസൽ ചെയ്തിട്ട് കിട്ടുന്ന 2 ആണ് ഇത്. 2 ഇൻറ്റു ഈ ടേം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6ഉം 6ഉം കട്ടിത്താൽ ഇവിടെ x, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 30. അപ്പോൾ ആ ഡിനോമിനേറ്റർ പോയി കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ 2നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തൂടെ? അപ്പം എന്താ കിട്ടുക? 10 - 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x - 30 എന്നായി. ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെയായി ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെ മാത്രം ഒരു സൈഡിലാക്കണം അല്ലേ? അപ്പം നമുക്ക് ഞാൻ തീരുമാനിക്കുകയാണ് x ഇവിടെ മതിയെന്ന് തീരുമാനിക്കുകയാണ്. x ഇവിടെ മതിയെന്ന് തീരുമാനിച്ചാൽ എനിക്ക് ഈ 10നെ ഇവിടുന്ന് കളയണം അല്ലേ? ഈ 10 പോണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇനീക്വാലിറ്റിയുടെ 2 സൈഡിലും -10 കൊടുത്താൽ പോരെ? സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതാ ചെയ്തു. സോറി, നേരത്തെ പറഞ്ഞ രീതിയിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്തത് ഈ എക്സിനെ ഒഴിവാക്കലാണ്. ഏത് റൂളിലും ചെയ്യാം. നമുക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിൽ എക്സ് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തു വെച്ച് തിരിഞ്ഞായിപ്പോയി. നേരത്തെ പറഞ്ഞ രീതിയിലും പ്രൊസീഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ എക്സ് ഇവിടുന്ന് പോകണം. റൈറ്റിൽ ഈ എക്സ് പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു -x വരണം. അപ്പോൾ ലെഫ്റ്റിലും -x കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? 2 സൈഡിലും -x എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? 10 - 4xും -xും ചേർന്നാൽ -5x. -4xും -xും ചേർന്നതാണ് -5x. ഇത് ചേർത്തെഴുതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ എക്സും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് -30. അപ്പോൾ റൈറ്റിലെ എക്സ് പോയി, എക്സ് ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് 10നെ ഒഴിവാക്കണം. ഈ 10 ഒഴിവാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 സൈഡിലും -10 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ -10 വന്നാൽ എന്താ ഉണ്ടാവുക? +10ഉം -10ഉം തമ്മിൽ ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് -5x. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -30 -10 എന്താ വരിക? അതാണ് -40. ഓക്കെ, അപ്പോൾ എക്സ് ഉള്ള ടേം ലെഫ്റ്റിലെത്തി, എക്സ് ഇല്ലാത്ത ടേം റൈറ്റിലും ആയി. ഇനി വീണ്ടും ഇവിടെ എക്സ് മാത്രമാവണം. എക്സ് മാത്രമാവണമെങ്കിൽ എന്ത് വേണം? -5 അവിടുന്ന് പോകണം. -5 അവിടുന്ന് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇനീക്വാളിറ്റിയുടെ 2 സൈഡും -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഈ സൈഡിൽ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അതന്നെ ചെയ്യണം. അപ്പോൾ 2 സൈഡും -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓർക്കണം, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് നമ്പറിനെ കൊണ്ടാണ്. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എന്താ ഈ ചിഹ്നം മാറാനുള്ള കാരണം? നമ്മൾ ഡിവൈഡ് ചെയ്തത് -5നെ കൊണ്ടാണ്. -5 നെഗറ്റീവ് നമ്പറാണ്, അതുകൊണ്ട് ദ സൈൻ മസ്റ്റ് ബി റിവേർട്ടഡ്. സോ ദ റിസൾട്ട് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 2 സൈഡും -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ എക്സ് കിട്ടും, ഈ സൈഡിൽ മൈനസും ക്യാൻസലായി 40/5, അതാണ് 8. ദിസ് സൈൻ ഷുഡ് ബി റിവേർട്ടഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസറിനെ കാണിക്കുന്ന എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഇതിനെ ഇന്റർവെൽ ഫോമിൽ എഴുതിയാൽ എക്സിന്റെ വാല്യൂസിൽ ഏറ്റവും ചെറുത് 8 ആദ്യം എഴുതി, ഇന്റർവെല്ലിൽ 8 ആദ്യം എഴുതി. എക്സിന്റെ വാല്യൂ 8 ആവാം, അതുകൊണ്ട് 8ന്റെ സൈഡ് ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ സിമ്പൽ കൊടുത്തു. എത്രയും വലുതാവാം, എക്സിനേക്കാളും എത്ര വേണമെങ്കിലും വലുതായിട്ട് 8നേക്കാളും എത്ര വേണമെങ്കിലും
വലുതാവാം എക്സിൻ്റെ വാല്യൂ. വലുതാവാം എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വന്നുകൊണ്ട് ക്ലോസ് ചെയ്തു. സോ ദിസ് ഇസ് അവർ ആൻസർ. അടുത്തത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. വേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഇനീക്വാലിറ്റി ഉണ്ടാക്കിയിട്ട് അത് സോൾവ് ചെയ്ത് അവിടെ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കണം. സോ കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. രവി ഒബ്റ്റെയിൻഡ് 70 and 75 marks in the first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. എന്താ അവിടെ പറഞ്ഞത്? രവിക്ക് ആദ്യത്തെ 2 പരീക്ഷയിൽ 70-75 മാർക്കാണ് കിട്ടിയത്. ആവറേജ് വാല്യൂ 3 പരീക്ഷയുടെയും കൂടെ ആവറേജ് അറ്റ്ലീസ്റ്റ് 60 ആയിരിക്കണം. എന്താ അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞാൽ? ഏറ്റവും ചുരുങ്ങിയത് 60 കിട്ടണം. ആവറേജ് 60 ആവണം. 60 ആവണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 60 അതിൽ കൂടുതലോ ആവാം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ 3 പരീക്ഷയുടെയും കൂടെ ആവറേജ് 60 അതിൽ കൂടുതലോ ആവണം എന്നാണ് ഇവിടെ മാർക്കിന്റെ കണ്ടീഷനായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആണ് 3ാമത്തെ പരീക്ഷയുടെ മാർക്ക് എന്ന് വിചാരിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ മിനിമം മാർക്സ് ഹി ഷുഡ് ഗെറ്റ് ഇൻ ദ തേർഡ് ടെസ്റ്റ്. 3ാമത്തെ പരീക്ഷയിൽ ഏറ്റവും മിനിമം എത്ര മാർക്ക് രവിക്ക് കിട്ടണം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനെ നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചു. ഇനി എന്താണ് ഇവിടെ എക്സ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എക്സിന്റെ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 70, 75, എക്സ്. ഈ 3 മാർക്കിൻ്റെയും ആവറേജ് 60 അതിൽ കൂടുതലോ ആയിരിക്കണം. സോ ദിസ് ഇസ് അവർ കണ്ടീഷൻ. 70 + 75 + x ഡിവൈഡഡ് ബൈ 3. എങ്ങനെ ആവറേജ് കാണാൻ നിങ്ങൾക്കറിയാം. 3 സംഖ്യകളുടെ ആവറേജ് എങ്ങനെയാണ് കാണുക? ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുക ബൈ 3. ഇതാണ് ആവറേജ്. ഈ ആവറേജ് വാല്യൂ ഏറ്റവും മിനിമം 60 ആയിരിക്കണം. 60 അതിൽ കൂടുതലോ ആവാം. അറ്റ്ലീസ്റ്റ് 60 മീൻസ് 60 ഓർ എബവ് ആവാം. മിനിമം 60 വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ നിന്ന് എക്സ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇനീക്വാലിറ്റി സോൾവ് ചെയ്താൽ മതി. അതിന് ആദ്യം എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കൂട്ടി 145 പ്ലസ് എക്സ്. ഇതിൻ്റെ 2 സൈഡും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ ഇൻറ്റു 3 വന്നാൽ ആ 3 ക്യാൻസൽ ആവും. 60 × 3 എത്രയാണ്? 180. ഓക്കെ, ഇനി ഈ എക്സ് മാത്രം കിട്ടാൻ എന്ത് ചെയ്യണം? 2 സൈഡിലും -145 കൊടുത്താൽ മതി. അപ്പം എന്താ കിട്ടുക? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 എന്ന് കിട്ടും. അപ്പം എന്താണ് നമ്മുടെ ആൻസർ? എക്സിൻ്റെ വാല്യൂ 35 അതിൽ കൂടുതലോ ആവാം എന്ന് പറഞ്ഞാൽ രവിക്ക് 3ാമത്തെ പരീക്ഷയിൽ ഏറ്റവും മിനിമം 35 മാർക്കെങ്കിലും കിട്ടണം. എന്തിന്? സോ ദാറ്റ് ദ ആവറേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഒന്ന് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. That is, Ravi must obtain a minimum of 35 marks to get an average of at least 60. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യനിൽ ഇനീക്വാലിറ്റി ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ ഒക്കെ വേർഡ്സിൻ്റെ ഫോമിലാണെന്നേ ഉള്ളൂ. അതിനെ നമ്മൾ നൊട്ടേഷൻ രൂപത്തിലാക്കുക, ഇനീക്വാലിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ആ സോൾവ് ചെയ്തിട്ട് എന്താണോ കിട്ടുന്നത് അതിൽ നിന്നും എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് കണക്കായിട്ട് ആൻസർ എഴുതുക. അടുത്ത ഇതേപോലെ ഒരു വേർഡ് പ്രോബ്ലം. ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 5 സച്ച് ദാറ്റ് ദർ സം ഈസ് ലെസ് ദാൻ 23. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. പെയർസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് എഴുതണം. കോൺസിക്യൂട്ടീവ് ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്തടുത്തുള്ള ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ പെയറിലുള്ള ഓരോന്നും ലാർജർ ദാൻ 5 ആയിരിക്കണം. പിന്നെ കൂടാതെയോ അവയുടെ സം ലെസ് ദാൻ 23 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വിചാരിക്കാം ലെറ്റ് എക്സ് ബി ദ സ്മോളർ ഈവൺ പോസിറ്റീവ് ഇൻറ്റിജർ. ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അടുത്തടുത്തുള്ള 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്തായാലും മറ്റേനേക്കാളും ചെറുതാവും അല്ലേ? അപ്പോൾ ഏറ്റവും ചെറുത് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ തൊട്ടടുത്ത ഈവൺ പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണ്? ഇറ്റ് വിൽ ബി എക്സ് പ്ലസ് 2. ഓക്കെ, 2 ആണ് എക്സ് എന്നുണ്ടെങ്കിൽ 2 + 2 4 ആണ് തൊട്ടടുത്തുള്ള ഈവൺ നമ്പർ നമുക്കറിയാം.
അതുപോലെ അപ്പോൾ എക്സ് ആണ് ഏറ്റവും ചെറുതെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ നെക്സ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ, ഇറ്റ് ഈസ് എക്സ് പ്ലസ് 2. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. ഇനി എന്താണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 5. ഇത് രണ്ടും 5നേക്കാളും കൂടുതലായിരിക്കണം. അപ്പൊ നോക്കൂ, എക്സ് 5നേക്കാളും കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ് പ്ലസ് 2ഉം 5നേക്കാളും കൂടുതലായിരിക്കും. ശരിയല്ലേ? കാരണം എക്സിനേക്കാളും വലുതാണ് എക്സ് പ്ലസ് 2 എന്ന നമ്പർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് എഴുതിയാൽ മതി. അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ് അടുത്ത നമ്പറും എന്താണ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ ഇതെടുക്കാം, മറ്റേ കണ്ടീഷൻ എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദിസ് ഇറ്റ് സെൽഫ്. നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് കണ്ടീഷൻ? their sum is less than 23. ഈ നമ്പേഴ്സിന്റെ സം 23നേക്കാൾ കുറവായിരിക്കണം. ഏതൊക്കെ നമ്മുടെ നമ്പേഴ്സ്? എക്സും എക്സ് പ്ലസ് 2. അവയുടെ സം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2. അതെന്തായിരിക്കണം? ലെസ് ദാൻ 23 ആയിരിക്കണം. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ. എക്സ് പ്ലസ് 2 ഈസ് ലെസ് ദാൻ 23. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 5 ആവണം, എക്സ് പ്ലസ് 2 ലെസ് ദാൻ 23യും ആവണം. അങ്ങനെയുള്ള പേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ഇതിനെ ഇക്വേഷൻ 1 അങ്ങ് കൊടുക്കുക. ഒരു കണ്ടീഷൻ എക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അതാണല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ സെക്കൻഡ് ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്യാം. അതിൽ നിന്ന് എക്സ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് അറിയാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 2 ലെസ് ദാൻ 23 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് ഈ 2നെ ഒഴിവാക്കുക. അപ്പോൾ രണ്ട് സൈഡിലും -2 വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ കിട്ടുക? 2x ലെസ് ദാൻ 21 കിട്ടും. ഇനി ഇവിടുത്തെ ഈ 2നെ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും 2 എന്ന പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ 21/2 എന്ന് കിട്ടും. ആൻഡ് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 21/2? ഇറ്റ് ഈസ് 10.5. ഡെസിമൽ ഫോമിൽ എഴുതിയാൽ 10.5. ഓക്കെ, ഇതിന് നമ്മൾ ഇക്വേഷൻ 3 എന്നും കൊടുത്തു. അപ്പോൾ 3 ഇത് കിട്ടിയത് എവിടുന്നാണ്? ഈ കണ്ടീഷനിൽ നിന്നാണ് ഈ 3 നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എക്സ് എങ്ങനെയായിരിക്കണം? നമ്മുടെ എക്സ് 5ൽ കൂടുതലും ആവണം, 10.5ൽ കുറവും ആവണം. നമുക്കൊന്ന് കണക്ട് ചെയ്ത് എഴുതിയാലോ? 1ഉം 3ഉം ഒന്ന് കണക്ട് ചെയ്ത് എഴുതിയാൽ എന്താ കിട്ടുക? 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10.5. അതായത് എക്സിന്റെ വാല്യൂ 10.5ന് താഴെ ആവണം, 5നേക്കാളും കൂടുതലും ആവണം. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ്. സോ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എക്സ്? എക്സ് എന്തായിരിക്കണം? ഈവൺ പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. സോ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ്? 6 ആവാം, 8 ആവാം, 10 ആവാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈവൺ നമ്പേഴ്സ് ആണ് എക്സിന്റെ വാല്യൂസ്. ഓക്കെ, ഇനി നോക്കൂ, എക്സിന്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെയേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതിക്കൂടെ? ഏതാ ഫസ്റ്റ് പെയർ വരിക? എക്സ് 6 ആണെങ്കിൽ അതിൻ്റെ അടുത്ത പെയർ എന്ന് പറയുന്നത്, അതിൻ്റെ പെയറിലുള്ള അടുത്ത മെമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആണ്, അതായത് 6 + 2. അപ്പോൾ എക്സ് 6 ആണെങ്കിൽ 6ഉം 8ഉം. എക്സ് 8 ആണെങ്കിലോ 8ഉം 10ഉം. നോ എക്സ് 10 ആണെങ്കിലോ 10ഉം 12ഉം. Okay, so the required pairs of consecutive even positive integers are 6, 8, 8, 10, 10, 12. ഇവിടെ ഒരു സംശയം 10, 12 വരാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. പക്ഷെ 12 എന്ന് പറയുന്ന ഏതിൻ്റെ സ്ഥാനമാണ്? എക്സ് പ്ലസ് 2ന്റെ പ്ലേസ് ആണ് അല്ലേ? നമ്മുടെ പെയർ എന്ന് പറയുന്നത് എന്താണ്? എക്സും എക്സ് പ്ലസ് 2 അല്ലേ? എക്സിന്റെ വാല്യൂസ് 6ഉം 8ഉം 10ഉം ആവാം. അപ്പോൾ അതിനനുസരിച്ച് എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 10 + 2 12 വന്നൂടെ? എക്സിന്റെ വാല്യൂസ് ഈ ബൗണ്ടറിയിൽ കിടക്കണ്ടു. അതുകൊണ്ട് 10, 12 എന്നുള്ള പെയറും ആൻസറിൽ ഉൾപ്പെടും. ഓക്കെ, അടുത്തത് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 3 times the shortest side and the third side is 2 centimeter shorter than the longest side. If the perimeter of the triangle is at least 61 centimeters, find the minimum length of the shortest side. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തമ്മിലുള്ളൊരു ബന്ധം ആദ്യ ഭാഗത്ത് തന്നിട്ടുണ്ട്. പിന്നെന്ത് പറഞ്ഞു? ട്രയാങ്കിളിന്റെ പെരിമീറ്റർ
അറ്റ്ലീസ്റ്റ് 61 സെൻറ്റിമീറ്റർ ആവണം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. അറ്റ്ലീസ്റ്റ് 61 സെൻറ്റിമീറ്റർ ആവണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും കുറവ് 61 സെൻറ്റിമീറ്റർ ആവാം, 61 അതിൽ കൂടുതലോ ആവാം, 61 എങ്കിലും വേണം പെരിമീറ്റർ എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്നും ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി എന്താണ് ലാസ്റ്റ് ആൻസർ വേണ്ടത് നോക്കൂ. ഫൈൻഡ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. സോ ലെറ്റ് us assume that x be the shortest side, x സെൻറ്റിമീറ്റർ be the length of the shortest side ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 3 times ഷോർട്ടസ്റ്റ് സൈഡ് ആണ്. സോ വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ്? ഇറ്റ് ഈസ് 3 into x. ഓക്കെ, ഇനി അടുത്തത് തേർഡ് സൈഡ്. എന്താണ് തേർഡ് സൈഡ്? അത് 2 സെൻറ്റിമീറ്റർ ഷോർട്ടർ ദാൻ ദ ലോങ്ങസ്റ്റ് സൈഡ്. ഇപ്പൊ ലോങ്ങസ്റ്റ് സൈഡ് 3x ആണ്, അതിനേക്കാളും 2 സെൻറ്റിമീറ്റർ കുറവാണ് എന്ത്? തേർഡ് സൈഡ്. സോ വാട്ട് ഈസ് ദ തേർഡ് സൈഡ്? ഇറ്റ് ഈസ് 3x minus 2. അപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും നമ്മൾ അസ്യൂം ചെയ്തു. സോ വാട്ട് ഈസ് ദ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് പറയുന്നത് x പ്ലസ് 3x പ്ലസ് 3x മൈനസ് 2. അതെന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 61 സെൻറ്റിമീറ്റർ ആവാം. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. ഓർക്കുക, അറ്റ്ലീസ്റ്റ് 61 എന്ന് പറഞ്ഞാൽ 61 എങ്കിലും വേണം. 61 എങ്കിലും വേണമെന്ന് പറഞ്ഞാൽ 61 അതിൽ കൂടുതലോ ആവാം. അതാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ചിഹ്നം വന്നത്. ഇനി നമുക്ക് ഒരു പണിയില്ല, ഇതിൽ നിന്ന് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യണം. നോക്കൂ, എക്സ് ഉണ്ട്, 3x ഉണ്ട്, അഗെയിൻ 3x ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താൽ എത്ര കിട്ടുക? വി വിൽ ഗെറ്റ് 7x. 7x മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61. ഇനി ഇവിടെ എക്സ് മാത്രം വരണം, അപ്പോൾ -2 പോകണം. -2 പോകണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് സൈഡിലും ഓരോ +2 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 63 എന്ന് കിട്ടും. ഇനി 7x എന്നുള്ളതിൽ 7 പോകണം, അപ്പോൾ രണ്ട് സൈഡും നമുക്ക് പോസിറ്റീവ് നമ്പറായ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വാട്ട് ഈസ് എക്സ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൻ്റെ വാല്യൂ 9 അതിൽ കൂടുതലോ ആവാം. ഇനി ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. സോ വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്? ഇറ്റ് ഈസ് 9 centimeters. So that is our answer. The minimum length of the shortest side is 9 centimeters. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ഇനീക്വാളിറ്റീസ്, ഒരു വേരിയബിളുള്ള ഇനീക്വാളിറ്റീസ് എങ്ങനെ സോൾവ് ചെയ്യും, ആ സോൾവ് ചെയ്ത സൊല്യൂഷനെ എങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇൻ ദ കേസ് ഇഫ് ദ സൊല്യൂഷൻ ഈസ് എ റിയൽ നമ്പർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, സൊല്യൂഷൻ സെറ്റ് ചോദിച്ചാൽ അതെങ്ങനെ എഴുതും, വേർഡ് പ്രോബ്ലംസ് തന്നാൽ അതിൽ നിന്ന് ഇനീക്വാളിറ്റി ഫോം ചെയ്ത് എങ്ങനെയാണ് ആൻസറിലേക്ക് കടക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക.